ശാസ്ത്രലോകത്തെയും മെഡിക്കൽ ഹിസ്റ്ററിയെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഗൂഢവും ഭയാനകവുമായ ഒരു കൊലപാതക ആസൂത്രണം. ഒരു തോക്കിന്റെയോ കത്തിയുടെയോ ശബ്ദമില്ലാതെ ഇരപോലും അറിയാതെ ജീവനെടുക്കുന്ന ഒരു ക്രൂര വിനോദം. ആധുനിക മെഡിക്കൽ സയൻസിനെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിന്റെ ഡൈനിങ് ടേബിളിലേക്ക് ആ അദൃശ്യ മരണം കടന്നു വന്നത് ആരും അറിഞ്ഞതേയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ജീവനേക്കാൾ ഏറെ വിശ്വസിക്കുന്ന ഒരാൾ നമ്മളുടെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് മരണത്തിന്റെ പാത്രം വെച്ച് നീട്ടിയാൽ എങ്ങനെയുണ്ടാകും? മരുമകൻ അത്രയേറെ സ്നേഹത്തോടെ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി വെച്ചു വിളമ്പിയ ഒരു പാത്രം മീൻകറി, അത് സ്നേഹത്തിന്റെ വിരുന്നായിരുന്നില്ല, മറിച്ച് ആ കുടുംബത്തിന്റെ ശവക്കുഴി തോണ്ടാൻ പാകത്തിന് ഒരു സൈക്കോപാത്ത് കാത്തുവെച്ച ഒന്നാന്തരം ഡെത്ത് ട്രാപ്പ് ആയിരുന്നു. അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളെയും ഡോക്ടർമാരുടെ ബുദ്ധിയെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം തികച്ചും നോർമൽ ആയിരുന്നിട്ടും ആ കുടുംബത്തിലെ ഓരോരുത്തരായി കഠിനമായ വേദന അനുഭവിച്ച് മുടികൊഴിഞ്ഞ് മരണത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഡൽഹി നഗരം ഒന്നടങ്കം ഭയന്ന് വിറച്ചു. വെറും 2 മാസത്തിനുള്ളിൽ ഒരൊറ്റ കുടുംബത്തിലെ 3 ജീവനുകളാണ് ആ മീൻകറി കവർന്നത്. അവസാന നിമിഷം വരെ ഡോക്ടർമാർക്ക് പോലും പിടികൊടുക്കാതിരുന്ന ആ നിഗൂഢമായ ദുരന്തത്തിന് പിന്നിലെ രഹസ്യം എന്തായിരുന്നു? തന്റെ അച്ഛന്റെ പുനർജന്മത്തെ കൊന്നുവെന്ന ഭ്രാന്തമായ അന്ധവിശ്വാസത്തിൽ നിന്നും ഉടലെടുത്ത ഒരു നടുക്കുന്ന പ്രതികാര കഥ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. കഥ നടക്കുന്നത് 2021 ഫെബ്രുവരി മാസത്തിലാണ്. ഡൽഹിയിലെ ഇന്ദ്രപുരി എന്ന ശാന്തമായ പ്രദേശത്താണ് ഈ ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ തുടക്കം. അവിടെ താമസിച്ചിരുന്ന ദേവേന്ദ്ര മോഹൻ ശർമ്മ എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ വീട് തികച്ചും സന്തോഷം നിറഞ്ഞ ഒരു ഇടത്തരം കുടുംബമായിരുന്നു. എന്നാൽ ആ വീട്ടിലേക്ക് ഒരു രാത്രിയിൽ അതിഥിയായി എത്തിയ ഒരു മീൻകറി ആ കുടുംബത്തിന്റെ സന്തോഷങ്ങളെല്ലാം എന്നേക്കുമായി തുടച്ചു നീക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വെറും 2 മാസത്തിനുള്ളിൽ ഒരൊറ്റ കുടുംബത്തിലെ 3 ജീവനുകളാണ് ആ മീൻകറി കവർന്നത്. എന്തായിരിക്കും ആ രാത്രി ഇന്ദ്രപുരിയിലെ വീട്ടിൽ സംഭവിച്ചത്? ആരാണ് ആ അദൃശ്യ കൊലയാളി? കഥയിലെ ആദ്യത്തെ ഇര ദേവേന്ദ്ര ശർമ്മയുടെ ഇളയ മകൾ പ്രിയങ്കയായിരുന്നു. നല്ലൊരു ജോലിയും സന്തോഷമുള്ള ജീവിതവുമായി മുന്നോട്ടു പോവുകയായിരുന്നു 20കളിൽ മാത്രം പ്രായമുള്ള ഒരു മിടുക്കി പെൺകുട്ടി. 2021 ഫെബ്രുവരി 1 പുലർച്ചെ പ്രിയങ്കയ്ക്ക് കഠിനമായ വയറുവേദനയും വിട്ടുമാറാത്ത ഛർദിയും അനുഭവപ്പെട്ടു. തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ എന്തെങ്കിലും അപാകതയായിരിക്കും, അല്ലെങ്കിൽ ഒരു സാധാരണ ഫുഡ് പോയ്സണിംഗ് ആയിരിക്കുമെന്നാണ് അച്ഛൻ ദേവേന്ദ്രൻ ആദ്യം കരുതിയത്. അവർ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയെങ്കിലും അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പ്രിയങ്കയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടേയിരുന്നു. സാധാരണ ഒരു വയറുവേദനയിൽ തുടങ്ങി പിന്നീട് അവളുടെ കൈകാലുകൾ മരവിക്കാൻ തുടങ്ങി. അച്ഛ, എൻ്റെ കാലുകൾക്ക് ഒട്ടും ജീവനില്ലാത്തതുപോലെ തോന്നുന്നു, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ എന്ന് അവൾ കരഞ്ഞു പറയാൻ തുടങ്ങി. മകളുടെ ഈ വിചിത്രമായ അവസ്ഥ കണ്ട് പരിഭ്രാന്തനായ ദേവേന്ദ്രൻ പ്രിയങ്കയെ ആദ്യം അപ്പോളോ ആശുപത്രിയിലും പിന്നീട് ഡൽഹിയിലെ പ്രശസ്തമായ BLK Max ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ അവിടെയാണ് ഡോക്ടർമാരെയും ആ കുടുംബത്തെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയ ആ സംഭവം നടക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രിയങ്കയ്ക്ക് ഡോക്ടർമാർ എല്ലാവിധ പരിശോധനകളും നടത്തി. അവളുടെ രക്തം പരിശോധിച്ചു. അൾട്രാസൗണ്ട് സ്കാനിംഗ്, CT സ്കാൻ, MRI തുടങ്ങിയ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ ടെസ്റ്റുകളും അവർ പൂർത്തിയാക്കി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ ഹൃദയം, വൃക്ക, കരൾ, മസ്തിഷ്കം എല്ലാം തന്നെ തികച്ചും സാധാരണ നിലയിലായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകളിൽ ഒരു തരത്തിലുള്ള രോഗവും കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഒരു രോഗവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി മരണവേദന കൊണ്ട് പുളയുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഡോക്ടർമാർ നിസ്സഹായരായി. മെഡിക്കൽ റിപ്പോർട്ടുകൾ നോർമൽ ആയിരുന്നെങ്കിലും പുറത്ത് പ്രിയങ്കയുടെ ശരീരം ഓരോ ദിവസവും ഉരുകിത്തീരുകയായിരുന്നു. പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടയിൽ അവളുടെ തലമുടി കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. വെറും 2 ദിവസം കൊണ്ട് തലയിലെ ഭൂരിഭാഗം മുടിയും നഷ്ടപ്പെട്ടു. തൊലിപ്പുറത്ത് കറുത്ത പാടുകൾ വീണു. ശരീരം പൂർണ്ണമായും തളർന്നുപോയി. ശ്വാസമെടുക്കാൻ പോലും അവൾ ബുദ്ധിമുട്ടി. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും മനസ്സിലാകാത്ത ആ വിചിത്ര രോഗത്തിന്റെ കഠിനമായ വേദന സഹിക്കാനാവാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൃത്യം 2 ആഴ്ച തികഞ്ഞപ്പോൾ, അതായത് ഫെബ്രുവരി 15 പ്രിയങ്ക മരണപ്പെട്ടു.
ഒരു സാധാരണ വയറുവേദനയിൽ തുടങ്ങി വെറും 2 ആഴ്ച കൊണ്ട് ഒരു പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത് ആ കുടുംബത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. മകളുടെ പെട്ടെന്നുള്ള വേർപാട് താങ്ങാനാവാതെ അച്ഛൻ ദേവേന്ദ്രനും അമ്മ അനിത ശർമ്മയും വിതുമ്പി. യഥാർത്ഥ ദുരന്തം അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് ആ കുടുംബത്തെ മുഴുവൻ വിഴുങ്ങാൻ പാകത്തിന് പടരുകയായിരുന്നു എന്നവർ അറിഞ്ഞില്ല. പ്രിയങ്ക മരിച്ച് 1 ആഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ആ വീട്ടിൽ അടുത്ത ദുരന്തം വിരുന്നെത്തി. ഫെബ്രുവരി 20 പ്രിയങ്കയുടെ അമ്മ അനിത ശർമ്മയ്ക്കും കൃത്യം ഇതേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കഠിനമായ വയറുവേദന, നിർത്താതെയുള്ള ഛർദി, ശരീരമാകെ ഒരു വിറയൽ. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അനിതയുടെയും തലമുടി കൂട്ടത്തോടെ കൊഴിഞ്ഞു പോവാൻ തുടങ്ങി. ഇത് കണ്ട് വീട്ടുകാർ ഭയന്നു വിറച്ചു. മകൾക്ക് വന്ന അതേ വിചിത്ര രോഗം എങ്ങനെ അമ്മയ്ക്കും വരും? ഇതൊരു പകർച്ചവ്യാധിയാണോ? ഭയം ആ വീടിനെ മൂടി. എന്നാൽ തൊട്ടു പിന്നാലെ അച്ഛൻ ദേവേന്ദ്രനും അവരുടെ വീട്ടിലെ വിശ്വസ്തയായ വീട്ടുജോലിക്കാരിക്കും ഇതേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഒരു വീട്ടിലെ എല്ലാവർക്കും ഒരേ സമയം ഒരേ ലക്ഷണങ്ങളോടെ അസുഖം വരുന്നത് കണ്ടപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും പരിഭ്രാന്തരായി. എല്ലാവരെയും ഉടൻ തന്നെ ഡൽഹിയിലെ പ്രശസ്തമായ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ അവരെ പരിശോധിക്കാനെത്തി. ആ വീടിനുള്ളിൽ എന്തെങ്കിലും വിഷവാതകം ചോർന്നതാണോ അതോ അവർ കുടിച്ച വെള്ളത്തിൽ എന്തെങ്കിലും മാരകമായ ബാക്ടീരിയ കലർന്നതാണോ എന്നറിയാൻ ആരോഗ്യ വകുപ്പ് അധികൃതർ ആ വീട് പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല. ഗംഗാറാം ആശുപത്രിയിലെ ഡോക്ടർമാർ ഇതിനു പിന്നിലെ കാരണം എന്താണെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയായിരുന്നു. ഒരു കുടുംബം മുഴുവൻ ഒരേ ലക്ഷണങ്ങളോടെ മരണക്കിടക്കയിലേക്ക് നീങ്ങുന്നു. എന്നിട്ടും എന്താണ് രോഗമെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. അപ്പോഴാണ് മാർച്ച് 4 ആ കുടുംബത്തെയും ഡോക്ടർമാരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ലണ്ടനിൽ നിന്ന് ആ കോൾ വരുന്നത്. ദേവേന്ദ്രന്റെ മൂത്ത മകൾ ദിവ്യ അന്ന് ലണ്ടനിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ വെച്ച് ദിവ്യയ്ക്കും അതേ ലക്ഷണങ്ങൾ കാണിക്കുകയും അവൾ പെട്ടെന്ന് തന്നെ കോമയിലാവുകയും ചെയ്തു. ലണ്ടനിൽ നിന്ന് തിടുക്കത്തിൽ ഡൽഹിയിൽ തിരിച്ചെത്തിയ ദിവ്യയുടെ ഭർത്താവ് വരുൺ അറോറയാണ് ഈ വിവരം ഡൽഹിയിലെ ആശുപത്രിയിലുള്ള ദേവേന്ദ്രനെ അറിയിക്കുന്നത്. ഇതോടെ ഡോക്ടർമാർ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. ഡൽഹിയിലുള്ള കുടുംബാംഗങ്ങൾക്ക് വന്ന അതേ രോഗം കിലോമീറ്ററുകൾക്കപ്പുറം ലണ്ടനിലുള്ള മൂത്ത മകൾക്ക് എങ്ങനെ വരും? ഇതൊരു ജനിതക രോഗമാണോ അതോ ഈ കുടുംബത്തിന് മേൽ ആരെങ്കിലും എന്തെങ്കിലും ആഭിചാരം ചെയ്തതാണോ എന്നുവരെ സാധാരണക്കാർ ചിന്തിക്കാൻ തുടങ്ങി. രോഗികൾ ഓരോരുത്തരെ മരണത്തിലേക്ക് നീങ്ങുമ്പോഴും കൃത്യമായ ഒരു രോഗനിർണയം നടത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. ഈ അവസ്ഥയിലാണ് ആ കുടുംബത്തിന്റെ രക്ഷകനായി മെഡിക്കൽ ലോകത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ഡോക്ടർ എസ് കട്ടോച്ച് എത്തുന്നത്. എല്ലാ റിപ്പോർട്ടുകളും തികച്ചും നോർമലായിട്ടും രോഗികൾ മരണത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായി: ഇത് പ്രകൃതിദത്തമായ ഒരു അസുഖമല്ല, ഇതൊരു ആസൂത്രിതമായ കൊലപാതക ശ്രമമാണ്. ആരോ ഇവർക്ക് സാവധാനം ഏതോ മാരക വിഷം നൽകുന്നുണ്ട്. സാധാരണ പോയ്സണിംഗ് ടെസ്റ്റുകളിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഡോക്ടർ കട്ടോച്ച് ഒരു പ്രത്യേക പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു: ഹെവി മെറ്റൽ ടെസ്റ്റ്. മനുഷ്യ ശരീരത്തിൽ സാധാരണയായി കാണാത്ത ഈയം, ആഴ്സനിക്, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള പരിശോധനയായിരുന്നു അത്. രക്തസാമ്പിളുകൾ ലബോറട്ടറിയിലേക്ക് അയച്ച് അവർ ഫലത്തിനായി കാത്തിരുന്നു. ഒടുവിൽ ആ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവരുടെ എല്ലാം ശരീരത്തിൽ താലിയം എന്ന മാരകമായ വിഷത്തിന്റെ അളവ് സാധാരണയേക്കാൾ 100 ഇരട്ടി കൂടുതലായിരുന്നു. ആധുനിക മെഡിക്കൽ ലബോറട്ടറികളെ പോലും പറ്റിക്കാൻ ശേഷിയുള്ള ശരീരത്തിലെ അവയവങ്ങളെ ഓരോന്നായി നിശ്ചലമാക്കുന്ന താലിയം. വിഷം ഏതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. മാർച്ച് 21 കടുത്ത ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് അമ്മ അനിത ശർമ്മയും മരണത്തിന് കീഴടങ്ങി. തന്റെ കൺമുന്നിൽ വെച്ച് ഇളയ മകളും ഭാര്യയും മരിച്ചതോടെ ദേവേന്ദ്ര ശർമ്മ ആശുപത്രി കിടക്കയിൽ കിടന്ന് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. താലിയം ഒരു കെമിക്കലാണ്. അത് വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ തനിയെ ശരീരത്തിലെത്തില്ല. ആരോ അത് ഭക്ഷണത്തിൽ കലർത്തി നൽകിയതാണ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ തങ്ങൾ ഒരുമിച്ച് കഴിച്ച ആഹാരം ഏതൊക്കെയാണ്? ദേവേന്ദ്രന്റെ ചിന്തകൾ കൃത്യമായി ജനുവരി 31 എന്ന ദിവസത്തിലേക്ക് എത്തി. അസുഖം തുടങ്ങുന്നതിന് കൃത്യം 1 ദിവസം മുൻപ്. അന്ന് വൈകുന്നേരം മൂത്ത മകൾ ദിവ്യയുടെ ഭർത്താവ്, അതായത് ദേവേന്ദ്രന്റെ സ്വന്തം മരുമകൻ വരുൺ അറോറ ഇവരുടെ വീട്ടിൽ വന്നിരുന്നു. വെറുതെയല്ല വന്നത്. ലണ്ടനിൽ നിന്ന് വന്ന താൻ വീട്ടുകാർക്കായി സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ബാസ ഫിഷ് കറിയുമായിട്ടാണ് അയാൾ വന്നത്. വളരെ സ്നേഹത്തോടെയും ആദരവോടെയും അയാൾ ഡൈനിങ് ടേബിളിലിരുന്ന് എല്ലാവർക്കും ആ കറി വിളമ്പി നൽകി. എന്നാൽ ആ ഭക്ഷണത്തിനിടയിൽ ചില വിചിത്രമായ കാര്യങ്ങൾ നടന്നിരുന്നുവെന്ന് ദേവേന്ദ്രൻ ഓർത്തു.
ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ദേവേന്ദ്രൻ വരുണിനോട് ചോദിച്ചു, മോനെ, നീ എന്താണ് ഈ മീൻകറി കഴിക്കാത്തത്? നീ ഉണ്ടാക്കിയതല്ലേ? വരുൺ വളരെ ശാന്തനായി പറഞ്ഞു, എനിക്ക് കഠിനമായ പല്ലുവേദനയാണ് അച്ഛാ. ഡോക്ടർ കട്ടിയുള്ളതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചോളാം. അന്ന് വീട്ടിൽ ദിവ്യയുടെ ഇരട്ട കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പാല് കൊടുത്തതിനാൽ അവരന്ന് ആ മത്സ്യം കഴിച്ചില്ല. ലണ്ടനിലേക്ക് പോകാനിരുന്നതിനാൽ ദിവ്യ വളരെ കുറച്ചു മാത്രമാണ് കഴിച്ചത്. എന്നാൽ വൈകി വീട്ടിലെത്തിയ ഇളയ മകൾ പ്രിയങ്കയ്ക്ക് വരുൺ തന്നെ നേരിട്ട് സ്നേഹത്തോടെ വലിയ മീൻ കഷ്ണങ്ങൾ എടുത്തു നൽകി. ഇപ്പോൾ ദേവേന്ദ്രന് കാര്യങ്ങൾ വ്യക്തമായി. ആ മീൻ കറിയിലാണ് വിഷം കലർന്നത്. അതുകൊണ്ടാണ് അത് കഴിച്ച പ്രിയങ്ക ആദ്യം മരിച്ചതും കൂടുതൽ കഴിച്ച അമ്മ അനിത രണ്ടാമത് മരിച്ചതും കുറച്ചു മാത്രം കഴിച്ച താനും വേലക്കാരിയും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതും. സ്വന്തം മരുമകൻ തങ്ങൾക്ക് വിഷം നൽകി കൊല്ലാൻ നോക്കിയെന്ന സത്യം തിരിച്ചറിഞ്ഞ ദേവേന്ദ്രൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡൽഹി പോലീസിൽ പരാതി നൽകി. പോലീസ് ഉടൻ തന്നെ വരുൺ അറോറയെ കസ്റ്റഡിയിലെടുത്തു. ഡൽഹി പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ആദ്യമൊക്കെ വരുൺ അറോറ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിന്റെ കടുത്ത ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയ തെളിവുകൾക്കും മുന്നിൽ അയാൾക്ക് ഒടുവിൽ തന്റെ ക്രൂരമായ കുറ്റസമ്മതം നടത്തേണ്ടി വന്നു. ആ കഥ കേട്ട് പരിചയസമ്പന്നരായ പോലീസുകാർ പോലും അന്തിച്ചുപോയി. പകരം പ്രതികാര ചിന്ത തലയ്ക്ക് പിടിച്ച ഒരു സൈക്കോപാത്തിന്റെ ഭീതിതമായ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. വരുണും ദേവേന്ദ്രന്റെ മൂത്ത മകൾ ദിവ്യയും തമ്മിൽ 2014 വിവാഹിതരാകുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 2016 IVF ചികിത്സയിലൂടെ അവർക്ക് ഇരട്ട കുട്ടികളുണ്ടായി. എന്നാൽ 2020 ദിവ്യ വീണ്ടും ഗർഭിണിയായി. പക്ഷേ നിർഭാഗ്യവശാൽ ചില ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡോക്ടർമാരുടെ കർശന നിർദ്ദേശപ്രകാരം ദിവ്യയ്ക്ക് അബോർഷൻ ചെയ്യേണ്ടി വന്നു. എന്നാൽ വരുൺ അറോറയും അവന്റെ അമ്മ ജിയ അറോറയും ആ ഗർഭചിത്രത്തിന് പൂർണ്ണമായും എതിരായിരുന്നു. വരുണിന്റെ മനസ്സിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് കുറച്ചു നാളുകൾക്ക് മുൻപ് അന്തരിച്ച തന്റെ പിതാവിന്റെ പുനർജന്മമാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ദിവ്യയും അവളുടെ വീട്ടുകാരും ചേർന്നാണ് തന്റെ അച്ഛന്റെ പുനർജന്മമായ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നൊരു ഭ്രാന്തമായ ചിന്ത വരുണിന്റെ മനസ്സിൽ വേരൂന്നി. ഇതിന് പ്രതികാരം തീർക്കണം. തന്റെ കുഞ്ഞിനെ കൊന്ന ദിവ്യയുടെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കണം എന്നായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇതിനായി അയാൾ മാസങ്ങളോളം ഇന്റർനെറ്റിൽ ഗവേഷണം നടത്തി. സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള, ശരീരത്തിൽ സാവധാനം മാത്രം പ്രവർത്തിക്കുന്ന വിഷം ഏതാണെന്ന് തിരഞ്ഞു. അങ്ങനെയാണ് അയാൾ താലിയം കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചകുളയിലുള്ള ഒരു ഹോമിയോപ്പതിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ചെന്ന് മെഡിക്കൽ ആവശ്യത്തിനെന്ന വ്യാജേന വ്യാജരേഖകൾ കാണിച്ച് അയാൾ താലിയം സംഘടിപ്പിച്ചു. ജനുവരി 31 ആസൂത്രിതമായി മീൻകറിയിൽ അത് കലർത്തി ആ കുടുംബത്തിന് നൽകുകയായിരുന്നു. സത്യങ്ങൾ പുറത്തു വന്നപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. ഏപ്രിൽ 9 ലണ്ടനിലെ ആശുപത്രിയിൽ കോമയിലായിരുന്ന മൂത്ത മകൾ ദിവ്യയും മരണത്തിന് കീഴടങ്ങി. വെറും 2 മാസത്തിനിടയിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ദേവേന്ദ്ര ശർമ്മയ്ക്ക് തന്റെ ഭാര്യയെയും 2 മക്കളെയും നഷ്ടപ്പെട്ടു. സ്വന്തം മരുമകനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയതിന്റെ വില. വരുൺ അറോറ ഇപ്പോൾ ഡൽഹിയിലെ പ്രശസ്തമായ തീഹാർ ജയിലിലാണ്. നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ അയാൾ ഇന്നും ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു സൈക്കോപാത്തിന്റെ ഭ്രാന്തമായ ചിന്തകളും അന്ധവിശ്വാസവും തകർത്തു കളഞ്ഞത് നിരപരാധികളായ മനുഷ്യരുടെ ജീവനാണ്. സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഇത്തരം മനുഷ്യരെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല.